എന്താണ് ബോയ്സ്? ബോസെ പാന്റ് കീറി. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. 3 പേരുമുണ്ടല്ലോ ഇന്ന്. അത് എന്നെ നമ്മളും പറഞ്ഞത്. ബോയ്സ്, ഇന്ന് രാവിലെ എനിക്ക് ആരാണ് ബെഡ് കോഫി കൊണ്ടു തന്നത്? ഞാനാണ് ബോസ്. ബോസ് എന്നെ വിശ്വസിക്കണം. ഇന്ന് കൊണ്ടുവന്ന കോഫിയിൽ എന്റെ അമ്മച്ചിയാണ് ഞാൻ വിരലിട്ടില്ലേ. ബോയ്സ്, നീ വിരലിട മാത്രമല്ല ചായയിൽ പഞ്ചസാരയും ഇട്ടില്ല. അതിലൂടെ പഞ്ചസാര തീർന്നു പോയി ബോസ്. പഞ്ചസാര വാങ്ങിക്കാൻ ഞാൻ റേഷൻ കടയിൽ ചെന്നു. അപ്പൊ അവർക്കറിയത്തില്ലല്ലോ നമ്മൾ കൊള്ളക്കാരാണെന്ന്. പഞ്ചസാര കടം തരൂലെന്ന് പറഞ്ഞു ബോസ്. പഞ്ചസാര ഇടാത്ത ചായ ഒന്നും കൂടാതെ എന്നെ റേഷൻ കടയിൽ നാറ്റിക്കുകയും കൂടെ ചെയ്തു അല്ലടാ നീ. നീ ഒരിക്കലും ഈ സംഘത്തിൽ പറ്റില്ല നിന്നെ ഞാൻ. ആ കരച്ചിലിനൊരു പിച്ചില്ല അല്ലടാ. ഇല്ല ബോസ്, ഇല്ല. ബോസ്, ഒരു കാര്യം പറയണ്ട ബോസ്. പുറത്ത് അനിയത്തി. കുറെ നാളെ നിന്റെ അനിയത്തെ കണ്ട് വിളിക്ക്, ഇച്ചിരി പഞ്ചാര അടിക്കട്ടെ. എന്റെ അനിയത്തി അല്ലെന്ന്, പഴയ കൊള്ളക്കാരൻ അനിയല്ലേ. അവ അവന്റെ കല്യാണം പറയാൻ വേണ്ടി എത്തിയെന്ന്. എന്റെ ഈ സാധനത്തിലെ മറ്റേ മുളക് കൂടി വിതറിയ അവന് ഈ പരിസരത്ത് കയറി ഓടിച്ചാണ് പാവല്ലേ ബോസ്? പാവമല്ലേ ബോസ്? എന്താടാ ചിരിക്കാത്തത്? നീ ഈ അവഞ്ഞ കൊണ്ടിക്ക് എത്ര ഹാ വെച്ചു നീ? ഞാൻ 12 ഹാ. നീയോ? 14. അപ്പൊ 2 ഹാ നീ കുറവല്ലേ? അത് ഞാൻ 2 കൈ നിട്ടപ്പോ മീറ്റർ കിട്ടില്ല ബോസ്. അപ്പൊ നീ ഒരിക്കലും മീറ്റർ ഉള്ളവനെ ഇവിടെ നിർത്താൻ പാടില്ല. നിന്നെ ഞാൻ ഉണ്ട തീർന്നു. ബോസ് ഉണ്ട്. ഇങ്ങനെ വേണം ചാകാൻ. കൊതികളവൻ ഉണ്ട തന്നിട്ട് വേണം ചാകാൻ. അവിടെ പോയി ചാകാം, ഇവിടെ കിടന്ന പുഴുങ്ങും. അയ്യോ എന്ത് പരിപാടി ബോസ് കാണിച്ചത്? മൊത്തം 3 പേരുള്ള കൊള്ളസംഘമായിരുന്നു ഇത്. ഇപ്പൊ 2 പേരെയും കൂടി ബോസ് കൊന്നു. ഇനി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മാസത്തിനാണ് ഈ 30-ാം തീയതി ആകുമ്പോൾ ഓരോരുത്തരെ ഇങ്ങനെ വെടിവെച്ച് കൊല്ലുന്നത്. 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ കാശ് ചോദിക്കുമ്പോൾ നിന്റെ അച്ഛൻ കൊണ്ടുത്തരും എനിക്ക് കാശ്. എനിക്ക് ശമ്പളം വേണ്ട. ഉള്ളതിന് ഓരോരുത്തർ 2 തട്ടി അത്ര ആയില്ലേ? പറയും ബോസ്. നിനക്ക് തരാനുള്ള ശമ്പളം 7 രൂപ 50 പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം. ബോസ്, ഇത് 2023 അല്ല ബോസ്, 1965 ബോസ്. ഓ, അത് ശരിയാണല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിനക്ക് ഞാൻ അത് കമ്പി ആയിട്ട് അയച്ചു തന്നേക്കാം. വേണ്ട ബോസ്, വീട്ടിൽ ചെല്ലുമ്പോ വീട്ടുകാർ വഴക്ക് പറയും ബോസ്. തർക്കുത്തരം പറയുന്നു.